ഇന്ന് ഏപ്രിൽ 26, 2024 ആലപ്പുഴ ലോക്സഭാ ഇലക്ഷൻ. ആലപ്പുഴ ആർക്കൊപ്പമാണെന്ന് നോക്കിയാലോ? ഇനി നേരെ നമ്മൾ ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന തീരദേശ ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നല്ല വേരോട്ടമുണ്ട്. പക്ഷേ പാർലമെന്റിൽ കൂടുതലെത്തിയത് കോൺഗ്രസ് എംപിമാരാണ്. 2019 കൈവിട്ടുപോയ സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇക്കുറി UDF. അഭിമാന പോരാട്ടമാണ് ഇടതുമുന്നണിക്ക്. കഴിഞ്ഞ തവണ വോട്ടുനില ഉയർത്തിയ BJPയും ഏറെ പ്രതീക്ഷയിലാണ്. വിപ്ലവ ജനാധിപത്യ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ചരിത്രം ഏറെ പറയാനുണ്ട് ആലപ്പുഴയ്ക്ക്. രാഷ്ട്രീയത്തിനപ്പുറമുള്ള സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും പലതവണ തെറ്റിച്ചിട്ടുമുണ്ട് ആലപ്പുഴ. അങ്ങനെയുള്ള ആലപ്പുഴയിൽ ഇക്കുറി മത്സര രംഗത്തുള്ളത് സിറ്റിംഗ് MP AM ആരിഫ്, ഒപ്പം കോൺഗ്രസിന് വേണ്ടി വീണ്ടും കളത്തിലിറങ്ങുന്ന KC വേണുഗോപാൽ, ഒപ്പം BJPയുടെ ഏറ്റവും ശക്തിയായ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ എന്നിവരാണ്. വോട്ടിനെ സ്വാധീനിക്കുന്ന ആലപ്പുഴയിലെ വോട്ട് വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൂടി നോക്കിക്കഴിഞ്ഞാൽ, തീരദേശ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ വലിയ പ്രശ്നമാണ്. അവിടെ കടലേറ്റം, അതുപോലെ തന്നെ തീരദേശത്തെ ആളുകളുടെ പ്രതിസന്ധികൾ പരിഹരിക്കാത്തത് വിഷയമാണ്. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം ഒരു വോട്ട് വിഷയമായി നിൽക്കുന്നു. കയർ മേഖലയിലെ പ്രതിസന്ധി, ടൂറിസം മേഖലയിലെ വികസനം, മണ്ഡലത്തിലെ വ്യവസായ മുരടിപ്പ്, ഇതൊക്കെ ആലപ്പുഴ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്ന പ്രതീക്ഷയോടെ ഞാനും എൻ്റെ അമ്മയും ഇന്ന് വോട്ട് രേഖപ്പെടുത്തി. ചിറ്റുളങ്ങര ഹൈസ്കൂളിലായിരുന്നു ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത്. എൻ്റെ അച്ഛൻ പഠിച്ച സ്കൂളാണ് ചിറ്റുളങ്ങര ഹൈസ്കൂള്. അപ്പം ആ ഒരു ഓർമ്മയും എനിക്ക് ഈ സ്കൂളിലേക്ക് കടക്കുമ്പോൾ ഉണ്ട്. കാര്യപ്രാപ്തിയുള്ളൊരു സർക്കാർ അധികാരത്തിലേക്ക് വരട്ടെ. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം റിസൾട്ട്.